നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് കേരള അപ് ടു 1800 AD എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. പ്രീ മോഡേൺ സൊസൈറ്റി എന്നാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെരുമാൾ കാലത്തിന് ശേഷം കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു 19ാം നൂറ്റാണ്ട് 12ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ജന്മി കുടിയാൻ ബന്ധങ്ങളില് നാടുവാഴികളുടെയും ഭൂ ഉടമകളുടെയും അതുപോലെ ഭൂമിയിലെ കൃഷി ചെയ്യുന്ന കുടിയാന്മാരായിട്ടുള്ള കർഷകരുടെയും ഇടയിലുള്ള ബന്ധങ്ങളിൽ വ്യത്യാസം വരുന്നത്, പുതിയ മധ്യവർത്തികളുടെ ഉത്ഭവം, മധ്യവർത്തികളായ പുതിയ വിഭാഗം എമേർജ് ചെയ്യുന്നത്, ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിനിടയിലാണ്. അപ്പോൾ ഈ നാടുവാഴി സിസ്റ്റം നിലനിന്ന ഈ ഒരു കാലഘട്ടത്തില് ഊരാളർ, കാരാളർ, കുടിയാർ, അടിയാർ തുടങ്ങിയ ചില വിഭാഗങ്ങൾ നിലവിൽ വന്നു. അപ്പൊ നമ്മൾ ഒരു പരീക്ഷയുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് വളരെ പ്രധാനപ്പെട്ട 4 ടേംസ് ആണ് ഇവ. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് ഊരാളരാണ്. ക്ഷേത്രങ്ങളുടെയും ബ്രാഹ്മണ ഊരുകളുടെയും ഭൂമി കൈയാളുന്നവരെയാണ് ഊരാളർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളും ബ്രാഹ്മണ ഊരുകളുടെയും ഭൂമി സ്വാഭാവികമായിട്ടും ബ്രാഹ്മണരുടെ കയ്യിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബ്രാഹ്മണരെയാണ് പൊതുവെ ഊരാളർ എന്ന് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? ക്ഷേത്രങ്ങളുടെയും ബ്രാഹ്മണ ഊരുകളുടെയും ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്നുള്ള രീതിയിലാണ് ഊരാളന്മാർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാരാളരാണ്. കാരാളന്മാർ എന്ന് പറഞ്ഞാൽ ഊരാളരുടെ ഭൂമിയിലെ പാട്ടക്കാരാണ്. അതായത് ഊരാളർ അഥവാ ബ്രാഹ്മണരായ ജന്മിമാർ ഒരിക്കലും കൃഷിപ്പണി ചെയ്യുന്നവരല്ല, അവർ കൃഷി നടത്തുന്നവരുമല്ല. അപ്പൊ ഇവർ പൊതുവെ ക്ഷേത്ര ഭരണം, അതുപോലെയുള്ള പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ്, ഇങ്ങനെയുള്ള റിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവര് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കൃഷി ഭൂമിയിൽ നേരിട്ട് പണിയെടുക്കുന്നത് പോയിട്ട് കൃഷി നടത്തിക്കാൻ പോലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്ററി ക്ലാസ്സിനെ, അതിലെ നായന്മാരും മറ്റു പ്രമുഖരായിട്ടുള്ള വിഭാഗം തന്നെയാണ് അതിൽ വരുന്നത് കാരാളന്മാരില്. അപ്പോൾ പ്രധാനമായിട്ടും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരാളന്മാരായിട്ട് വരുന്നത്. അപൂർവം ചില ബ്രാഹ്മണരും ഈ കാരാള വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് കേരള ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഊരാളരുടെ ഭൂമിയിലെ പാട്ടക്കാരാണ് കാരാളർ. എന്നാൽ ഇവരും നേരിട്ട് ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കരുത്. ഇവരൊരു ഇന്റർമീഡിയറ്ററി ക്ലാസ് മാത്രമാണ്. ദെൻ അടുത്തത് കുടിയാന്മാരാണ്. കുടിയാന്മാർ എന്ന് പറഞ്ഞാൽ കാരാളരിൽ നിന്ന് ഈ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയും താഴെയുള്ള അടിയാർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഇത് ശരിക്കും ദേ ടൈഡ് വിത്ത് ദ ലാൻഡ്, അവർ ഭൂമിയുമായിട്ട് കെട്ടിവെച്ചതുപോലെയാണ്. അതായത് ഭൂമി കൈമാറ്റം ചെയ്യുന്ന അവസരത്തില് ഭൂമിയോട് കൂടെ തന്നെ ഈ അടിയാന്മാരെയും അടിമകളെ പോലെ അല്ലെങ്കിൽ കന്നുകാലികളെ പോലെ വിൽപ്പന നടത്താൻ വരെയുള്ള അവകാശം കാരാളന്മാർക്കും ഊരാളന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 19ാം നൂറ്റാണ്ട്, 18-19 നൂറ്റാണ്ടുകളില് കേരളത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭൂബന്ധങ്ങളിലെ മാറ്റം എന്ന് പറയുന്നത്. ഇനി കാരാളന്മാർക്ക് ഈ കാരാൺമ അവകാശം ഉണ്ടായിരുന്നു. അതുപ്രകാരം അവര് ഭൂമിയുടെ മേല് പിൽക്കാലത്ത് അധീശത്വം സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷം കൂടി വന്നു ചേരുന്നു. ഇനി ജന്മികളുടെ കൃഷിഭൂമിയില് പാട്ടത്തിനെടുത്തിട്ട്, ലീസിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നവരാണ് പാട്ടക്കുടിയാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്ത്രീകളുടെ പദവി, ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥ, സാമൂഹിക അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇനി നോക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക വിഭാഗങ്ങളിലെയും സ്ത്രീകളുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. ഈ കാര്യത്തില് സ്ത്രീ പുരുഷ വ്യത്യാസം ഏറ്റവും കുറഞ്ഞു കാണുന്നത് കീഴാള വിഭാഗങ്ങൾക്ക് ഇടയിലായിരുന്നു. കീഴാള വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും വ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്ത്രീ പുരുഷന്മാർക്ക് പൊതുവെ അവരുടെ ആ ഒരു കാസ്റ്റ് അനുഭവിക്കുന്ന ആവശ്യകതകൾ മാത്രമേ അനുഭവിക്കാനുണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാരോടുകൂടെ തന്നെ എല്ലാതരം പരിപാടികളിലും ഏർപ്പെടാനുള്ള
അല്ലെങ്കിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക്, താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജാതീയമായിട്ടുള്ള അവശത മാത്രമേ ആ വിഭാഗം അനുഭവിച്ചിരുന്നുള്ളൂ. എന്നാൽ ഉയർന്ന വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകള് വളരെയേറെ വിവേചനം അനുഭവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്പൂതിരി സ്ത്രീകൾക്കിടയിലാണെങ്കിൽ മറക്കുട സിസ്റ്റം ഉണ്ടായിരുന്നു. മറക്കുട ഒരു കുടയുടെ മറവിലല്ലാതെ അവർക്ക് പൊതുരംഗത്തൊന്നും വരാനോ ഉള്ള അവസരം ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ അവരുടെ വാസസ്ഥലത്തിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് അന്തർജനങ്ങൾക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളുടെ പൊക്കത്തിൽ കെട്ടി ഉയർത്തിയ മതിലുകൾ ഉണ്ടായിരുന്നു. ആ മതില് ഉള്ള സ്ഥലത്തുകൂടെ മാത്രം, അതായത് മറ്റു പുരുഷന്മാരെയൊന്നും ദർശനം സാധ്യമാകാത്ത രീതിയിൽ മാത്രമേ സ്ത്രീകൾക്ക്, അന്തർജനങ്ങൾക്ക് നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ക്രിസ്ത്യൻ വനിതകളാണെങ്കിൽ മുത്താക്ക് എന്ന തരത്തിലുള്ള പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കേണ്ടതുണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് തട്ടം എന്ന ഹെയർ കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി അവിടുത്തെ വിവാഹ സിസ്റ്റം ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒഴികെ മറ്റു എല്ലാ വിഭാഗങ്ങളിലും പോളിഗമി, ബഹുഭാര്യാത്വം കാണാമായിരുന്നു. ബഹുഭാര്യാത്വത്തില് ഏറ്റവും കൂടുതൽ മുസ്ലിം, ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലാണ് ബഹുഭാര്യത്വം കൂടുതൽ പ്രബലമായിട്ട് കണ്ടുവരുന്നത്. ഇനി അപൂർവം ചില വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നായന്മാർക്കിടയിൽ സംബന്ധം ഉണ്ടായിരുന്നു. പോളിയാൻഡ്രിയുടെ വിവിധ, അതായത് ബഹുഭർത്തൃത്വത്തിന്റെ ഫോംസ് നായന്മാർക്കിടയിൽ, നായർ സ്ത്രീകൾക്കിടയിലൊക്കെ പരിചിതമായ ഒരു തരം വിവാഹ രീതിയായിരുന്നു. ഇനി ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടാൻ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം അവർക്ക് നിഷിദ്ധമായിരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിലാണ് സ്ത്രീകളുടെ സാമൂഹിക പദവി ഉണ്ടായിരുന്നത്. ഇനി അൺടച്ചബിലിറ്റി, വളരെ ശക്തമായ രീതിയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്ന കാലഘട്ടമായിരുന്നു അത്. നമ്മൾ മറ്റു പല സോഴ്സിൽ നിന്നും ഈ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക സ്ഥിതിവിശേഷം നമുക്ക് പരിചിതമായിരിക്കും. സിനിമകളിലും നോവലുകളിലും ഡ്രാമകളിലും ഒക്കെ ഈ ഒരു ചിത്രം വരച്ചു കാട്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നായാടി, പുലയ വിഭാഗങ്ങൾക്കിടയിലൊക്കെയാണ് അൺടച്ചബിലിറ്റി, വിഭാഗങ്ങൾക്ക് മറ്റു ഉയർന്ന വിഭാഗങ്ങളോട് അൺടച്ചബിലിറ്റി 60 അടി ദൂരത്ത് നിന്ന് മാത്രമേ അവർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് നായന്മാരും ബ്രാഹ്മൺസ് ഒക്കെ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് 60 അടി അകലത്തിൽ മാത്രമേ ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക അനാചാരമാണ് പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി എന്നിവ. അതായത് പുലപ്പേടി എന്ന് പറഞ്ഞാൽ പുലയ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഭയക്കുന്ന ചില സാഹചര്യങ്ങൾ. അതുപോലെ മണ്ണാപ്പേടി എന്നാൽ മണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ, പറപ്പേടി എന്നാൽ പറയ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് നായർ വിഭാഗത്തിലൊക്കെ പെട്ട സ്ത്രീകള് ചില പ്രത്യേക ദിവസങ്ങളില് സന്ധ്യ മയങ്ങിയതിന് ശേഷം, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സ്ത്രീകള് വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഈ മണ്ണാന്മാരിലും അതുപോലെ പറയന്മാരിലും പുലയന്മാരിലും ഒക്കെ പെട്ട പുരുഷന്മാർ അവരുടെ വീടിന് ചുറ്റും ഉള്ള ഭാഗങ്ങളിൽ കുറ്റിച്ചെടികൾക്കിടയിലൊക്കെ മറഞ്ഞിരിക്കുകയും ഇപ്രകാരം പുറത്തിറങ്ങുന്ന സ്ത്രീകളെ ഒരു കമ്പോ അല്ലെങ്കിൽ നേരിട്ട് പോയി ടച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ടരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഈ പുറത്തിറങ്ങുന്ന സ്ത്രീ അവരുടെ മകനോട് കൂടെയോ സഹോദരനോട് കൂടെയോ ഭർത്താവിനോട് കൂടെയോ പിതാവിനോട് കൂടെയോ ആണെങ്കിൽ അവർക്ക് പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി ഒന്നും കൽപ്പിക്കപ്പെടുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പുറത്തിറങ്ങുന്ന സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവളുടെ പ്രസവാനന്തരം മാത്രമേ ഈ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയുള്ളൂ. പ്രസവിച്ചത് ആൺകുഞ്ഞിനെയാണെങ്കിൽ അവൾ ഭ്രഷ്ടയാവില്ല, മറിച്ച് പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചതെങ്കിൽ ആ സ്ത്രീയെ ഭ്രഷ്ട് കൽപ്പിക്കും. ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, ഒരു തീരെ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള അനാചാരങ്ങൾ ഈ ഒരു കാലഘട്ടത്തില് നിലവിലുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നീട് 1696 തിരുവാങ്കോട് ക്ഷേത്ര ചുമരിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാം, കേരളവർമ്മ ഈ ഒരു ആചാരത്തെ ബാൻ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ
എമർജൻസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. എമർജൻസ് ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, അതായത് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ഉത്ഭവവും അതിന്റെ വികാസവുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ വേണാട് എന്നാണല്ലോ ആദ്യ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തിരുവിതാംകൂർ എന്ന പേര് വരുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഒരു മുൻ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീര ഉദയ മാർത്താണ്ഡവർമ്മയാണ് 1314 മുതൽ 1344 കാലഘട്ടം വരെ ഭരിച്ചിരുന്ന രവിവർമ്മ കുലശേഖരന്റെ അനന്തരഗാമി. അതായത് രവിവർമ്മ കുലശേഖരൻ നമ്മുടെ രണ്ടാം ചേര സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ തുടർന്ന് വരുന്നത്. ഇനി ഇദ്ദേഹത്തെ തുടർന്ന് ഇരവി രവിവർമ്മയാണ് പിന്നീട് ഭരണം നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം വളരെ കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ അനിയൻ ആദിത്യ വർമ്മയും വളരെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ആദിത്യവർമ്മ സർവാംഗനാഥൻ എന്ന പേരൊക്കെ നമ്മൾ മുൻ യൂണിറ്റിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ തെക്കൻ തിരുവിതാംകൂറിലെ തുലുക്കൻ പടയെ അടിച്ചമർത്തിക്കൊണ്ട് ഇദ്ദേഹം ഭരണം സുസ്ഥിരപ്പെടുത്തുകയും അതുപോലെ അവരുടെ മുന്നേറ്റം തടഞ്ഞു നിർത്തിക്കൊണ്ട് തിരുവിതാംകൂറിനെ പ്രൊട്ടക്ട് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന പേരിലാണ് ആദിത്യവർമ്മ സർവാംഗനാഥൻ അറിയപ്പെട്ടത്. പിന്നീട് ഇദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരിയാണ് വേണാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം ഭരണം നടത്തിയ ചേര ഉദയ മാർത്താണ്ഡവർമ്മ എന്ന ഭരണാധികാരി. ഇദ്ദേഹവും വളരെ മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരിയാണ്. ഇനി മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായിട്ടുള്ള തിലകം രചിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇദ്ദേഹത്തെ തുടർന്ന് വന്ന ഭരണാധികാരി രവിവർമ്മയാണ്. രവിവർമ്മ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുമാണ് പോർച്ചുഗീസുകാരും വേണാടും തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നത്, ഇവരുടെ ബന്ധം ആരംഭിക്കുന്നത്. ട്രേഡ് അലയൻസുമായി ബന്ധപ്പെട്ട വാക്തർക്കങ്ങൾ പിന്നീട് കടുത്ത സംഘടനകളിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിനുശേഷം വരുന്ന ഭരണാധികാരിയാണ് ഭൂതല വീര ശ്രീ ഉദയ മാർത്താണ്ഡവർമ്മ. ഇദ്ദേഹമാണ് പുലി മാർത്താണ്ഡൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം ഒരു പുലിയെ ഒറ്റയ്ക്ക് കൊന്നു എന്നൊക്കെയുള്ളതാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചരിത്രം. എന്തായാലും ഇദ്ദേഹം ഒരു അണക്കെട്ട് നിർമ്മിച്ചു, അംബാസമുദ്രത്തില് ഒരു അണക്കെട്ട് നിർമ്മിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി ഇദ്ദേഹം വിജയനഗരവുമായിട്ട് ഈ കാലഘട്ടത്തില് യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ തിരുമല നായ്ക്കന്മാരുമായിട്ട് സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ക്ഷേത്ര ഭരണാധികാരികളുമായിട്ടുള്ള മത്സരങ്ങളും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ മുൻ അധ്യായത്തിലൊക്കെ പഠിച്ചതുപോലെ ഇനി വരാനുള്ള അധ്യായത്തിൽ പഠിക്കാനുള്ളതുപോലെ മാർത്താണ്ഡവർമ്മയുടെ കാലമാണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമുക്ക് 4ാമത്തെ ബ്ലോക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കൊച്ചിയുടെ ചരിത്രമാണ്. മറ്റൊരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് കൊച്ചി. അപ്പോൾ 12ാം നമ്മള് കഴിഞ്ഞ അധ്യായത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് കൊച്ചിയുടെ ഉദയവും അതുപോലെ അതിന്റെ വികാസവും പതനവും എല്ലാം സംഭവിക്കുന്നത്. നമ്മൾ പോർച്ചുഗീസ് കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്ത ഭാഗത്തിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അസ്ഥിരതയും അതുപോലെ ഡച്ചുകാര് കൊച്ചിയിൽ അധീശത്വം സ്ഥാപിക്കുന്നതുമൊക്കെ നമ്മൾ വരും ഭാഗത്ത് ചർച്ച ചെയ്യും. അപ്പോൾ വീരകേരളവർമ്മയ്ക്ക് ശേഷം അവിടെ നാടുവാണ് കേശവരാമവർമ്മയായിരുന്നു. അപ്പോൾ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ശക്തരായ ഒരു കൊച്ചി ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം, കേശവരാമവർമ്മ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് രാമവർമ്മ വിലാസം, രത്നകേതൂദയം, അതുപോലെ രാജരത്നാവലീയം, നൈഷധം തുടങ്ങിയ കാവ്യങ്ങളൊക്കെ രചിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇനി കേശവരാമവർമ്മയ്ക്ക് ശേഷം രാജാവായത് വീരകേരളവർമ്മയാണ്. വീരകേരളവർമ്മയും കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. ഡച്ചുകാരുമായിട്ടുള്ള നിരന്തരമായ സംഘർഷങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. ഇനി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പുരസ്കർത്താവായിരുന്നു ഇദ്ദേഹം. ഇനി വീരകേരളവർമ്മ വീരകേരള പ്രശസ്തിയുമായി ബന്ധപ്പെട്ടാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം ഓർത്തിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കാലശേഷം ഗോദവർമ്മ, വീരരായി വർമ്മ, വീരകേരളവർമ്മ ഇവരൊക്കെയാണ് ഭരണം നടത്തിയത്. പിന്നീട്
രാമവർമ്മ 1658 മുതൽ 1662 വരെയുള്ള കാലഘട്ടത്തില് രാമവർമ്മയുടെ സിംഹാസന ആരോഹണവും നടക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഡച്ചുകാരുമായിട്ടുള്ള ഒരു യുദ്ധത്തില് പരാജയപ്പെടുന്നു. അങ്ങനെ ജനുവരി മാസത്തിൽ ഇവർ കൊച്ചിയിലെ കോട്ട പിടിച്ചെടുത്തുകൊണ്ട് കീഴടങ്ങിയതിനെ തുടർന്ന് ഡച്ചുകാർ പിന്നീട് ഈ ഒരു പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഡച്ചുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള സംഘട്ടനം ഉണ്ടാകുന്നു. അതിനുശേഷം ഡച്ചുകാരെ പൂർണ്ണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഉയർന്നു വരുന്നുണ്ട്. പിന്നീട് മാർത്താണ്ഡവർമ്മ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ അനക്സ് ചെയ്യുന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കൊച്ചിയുടെ ചരിത്രം പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ ആദ്യകാലത്തെ സാമൂഹിക അവസ്ഥകളെ കുറിച്ചും അതുപോലെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തിരുവിതാംകൂർ, കൊച്ചി, ഈ രണ്ട് പ്രിൻസിലി സ്റ്റേറ്റ്സിന്റെ എമർജൻസും അവരുടെ പതനവുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.